ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഇടശ്ശേരി CSM സെൻട്രൽ സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. CSM സെൻട്രൽ സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സൈബർ സെക്യൂരിറ്റി ബോധവൽക്കരണ ക്ലാസും നടത്തി. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജയകുമാർ ടി ക്ലാസ് എടുത്തു. ലഹരിയുടെ ചതിക്കുഴികളെക്കുറിച്ചും സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ M. ദിനേശ് ബാബു അധ്യക്ഷനായി. സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മളെല്ലാവരും വിചാരിക്കും പെട്ടെന്ന് ആർക്കും കയറി ചെല്ലാം, എല്ലാത്തിലും കയറി ചെല്ലാൻ പറ്റും. നമുക്ക് കയറി ചെല്ലാൻ പറ്റും. നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാം, എല്ലാം ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. യൂട്യൂബിൽ പോയിട്ട് നമുക്ക് സിനിമ കാണാം, ഓപ്പൺ ആയി കിടക്കുന്നത്. നിങ്ങൾ ഈ സിനിമ കാണുന്നത് ആമസോൺ പ്രൈമിലോ നെറ്റ്ഫ്ലിക്സിലാണോ തരുന്നത്? നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ഒറ്റയടിക്ക് സിനിമ കാണാൻ പറ്റുമോ? ഇല്ല. എന്താണ് അവിടെ നിങ്ങൾ റീചാർജ് ചെയ്യണം അല്ലേ? നിങ്ങൾക്കൊരു യൂസർ ID ഉണ്ടായിരിക്കണം, നിങ്ങൾക്കൊരു പാസ്വേഡ് ഉണ്ടായിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് അതിലേക്ക് നേരിട്ട് കയറി ചെല്ലാൻ ആർക്കും സാധിക്കില്ല. സാധിക്കോ? ഇല്ല. അപ്പോൾ നമ്മൾ വെബ് എന്ന് പറയുമ്പോൾ എല്ലാം വെബിൽ വിടുമ്പോൾ എല്ലാം ഫ്രീ ആണോ എന്ന് ചോദിക്കുക. എല്ലാം ഫ്രീ അല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിലുള്ള വെബാണ് നമ്മൾ മൊത്തത്തിൽ. അതായത് ഒന്ന് സർഫേസ് വെബും ഒന്ന് ഡീപ്പ് വെബാണ്. സർഫേസ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർഫേസ് എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതാണ്. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നത്, യൂട്യൂബിലോ എന്തിലേലൊക്കെ പോയി സെർച്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കാര്യം ചെയ്യാം, നിങ്ങൾക്ക് Facebook അക്കൗണ്ടോ Instagram അക്കൗണ്ടോ എന്തെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ